നമസ്കാരം. ക്രൂഡ് ഓയിൽ മേഖലയിൽ ഓരോ ദിവസവും പല മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ താളം തെറ്റാതെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒന്ന് ക്രൂഡ് ഓയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ മാറ്റങ്ങൾ വരുത്താൻ ലോകരാജ്യങ്ങൾ തമ്മിൽ എന്നും പിടിവലിയാണ്. ലോകത്ത് തന്നെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് സൗദി അറേബ്യ. എന്നാൽ രാജ്യം എല്ലായ്പ്പോഴും ഒന്നിലധികം എണ്ണവില സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറാണെന്നാണ് സൗദി സാമ്പത്തിക ആസൂത്രണ മന്ത്രി ഫൈസൽ അലി ഇബ്രാഹിം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഞങ്ങൾ എപ്പോഴും ഏത് സാഹചര്യങ്ങൾക്കും തയ്യാറാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്ത് സാഹചര്യമാണോ വരുന്നത് അതിനനുസരിച്ച് ക്രമീകരിക്കാൻ സഹായിക്കുന്ന ദീർഘകാല ധനകാര്യ ആസൂത്രണവും നടപടികളും ഞങ്ങളുടെ പക്കലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വില കുറയുമെങ്കിലും എണ്ണ വിതരണം വലിയ തോതിൽ കൂട്ടി വിപണിയുടെ നിയന്ത്രണം നിലനിർത്തുകയെന്ന ലക്ഷ്യമാണ് സൗദി അറേബ്യ ഇപ്പോൾ പയറ്റുന്നത്. ഈ മാസം ആദ്യം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് പ്ലസ് കൂട്ടായ്മ ജൂണിൽ പ്രതിദിനം 41,000 ബാരൽ എന്ന നിലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ 3 ഇരട്ടി ആയെന്നാണ് ശ്രദ്ധേയം. മെയ് മാസത്തിലും സമാനമായ നീക്കം കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നേരത്തെ എണ്ണവില നിയന്ത്രിക്കുന്നതിനായി വിതരണം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയെന്ന തന്ത്രമായിരുന്നു സൗദി പയറ്റിയിരുന്നത്. 2025 ആദ്യ പാദത്തിൽ ആഗോള വ്യാപാര പിരിമുറുക്കങ്ങളും US-ചൈന വ്യാപാര യുദ്ധവും എണ്ണവിലയിൽ വലിയ ഇടിവിന് കാരണമായി. ബ്രെന്റ് ക്രൂഡ് വില ബാരലിന് $62 താഴ്ന്നു. ഇത് സൗദി അറേബ്യയുടെ ബജറ്റ് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ $92.3 വളരെ കുറവാണ്. ഇതിന്റെ ഫലമായി 2025 ആദ്യ പാദത്തിൽ സൗദി അറേബ്യ $15.6 ബില്യൺ ബജറ്റ് കമ്മിയും രേഖപ്പെടുത്തി. എന്നാൽ ഈ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടാൻ തയ്യാറാണെന്നാണ് സൗദി അറേബ്യ വ്യക്തമാക്കുന്നത്. നേരത്തെ ഉൽപാദന നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ കസാഖിസ്ഥാൻ, ഇറാഖ്, UAE, നൈജീരിയ തുടങ്ങിയ പല ഒപെക് പ്ലസ് രാജ്യങ്ങളും അത് പാലിക്കാൻ തയ്യാറായിരുന്നില്ല. 2024 സൗദിയുടെ ശരാശരി പ്രതിദിന ഉൽപാദനം 9 മില്യൺ ബാരലിന് താഴെയായിരുന്നു. അതായത് 2011 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നില. സൗദി ഇത്തരത്തിൽ ഉൽപാദനം കുറച്ചതോടെ മറ്റുള്ളവർ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് വിപണി വിഹിതം പിടിക്കാൻ തുടങ്ങി. നഷ്ടമായ ഈ വിഹിതം തിരിച്ച് സ്വന്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സൗദി ഇപ്പോൾ വീണ്ടും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത്. അതേസമയം എണ്ണവില $62 തുടരുകയാണെങ്കിൽ 2025 സൗദിയുടെ ബജറ്റ് കമ്മി $67 ബില്യൺ ഉയരുമെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ഉൽപാദന വർധനവിലൂടെ വിപണി പങ്കാളിത്തം തിരിച്ചുപിടിക്കാനും US-ഉമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ദീർഘകാല സ്ഥിരത ഉറപ്പാക്കാനുമാണ് സൗദി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം തിരിച്ചടിയുണ്ടായാലും അത് നേരിടാൻ തയ്യാറാണെന്ന് ഫൈസൽ അലി ഇബ്രാഹിം വ്യക്തമാക്കിയത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.